സുദീർഘമായ ഒരുപാട് ദിവസത്തേക്ക് ചിന്തിക്കാൻ പറ്റിയ നല്ല ഒരു പ്രഭാഷണം ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി ഉസ്താദിലൂടെ നമ്മൾ കേട്ടു. അതുകൊണ്ട് തന്നെ അവരെ പോലത്തെ ഒരു അവതരണ ശൈലിയും അവരെ പോലെ ഹൃദയത്തിലേക്ക് ഫലിപ്പിക്കാനുമുള്ള വലിയൊരു കഴിവൊന്നും എനിക്കില്ല എന്നുള്ളതറിയാം. അള്ളാഹു ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരുടെ മദതും പൊരുത്തവും അള്ളാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ ഹളറത്തിൻ്റെ ബർക്കത്ത് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നിങ്ങളും കുറേ സമയമായി ഇരിക്കുന്നു. ഇനി നമ്മൾ കുറേ സമയം ഇരിക്കുക എന്നുള്ളത് ഈ ഹളറത്തിലായതുകൊണ്ട് വലിയ ബർക്കത്തുള്ള കാര്യം തന്നെയാണ്. എന്നാലും പ്രഭാഷണത്തെക്കാളും കൂടുതൽ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. ഇവിടെ ഈ ഹളറത്തിൽ ഈ സദസ്സിൽ ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു സദസ്സ് ഒരു പക്ഷെ പ്രഭാഷണ സദസ്സ് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. മുമ്പ് പാട്ടും കവാലിയും എല്ലാം കൊണ്ടും സുഭദ്രവും സന്തോഷവുമായ ഒരു സദസ്സായിരുന്നു. പക്ഷെ ദീന് നിലനിൽക്കാൻ വേണ്ടി പ്രഭാഷണം വേണം, പാട്ടുകൾ വേണം, കവാലി വേണം, മഹാന്മാരെ കുറിച്ച് പുകഴ്ത്തണം, അവരെ കുറിച്ച് പാടണം, അവരെ കുറിച്ച് പറയണം, എല്ലാം വേണം. എന്നാലാണല്ലോ അതെന്ത് ചെയ്യുള്ളൂ, പരിപൂർണമാവുള്ളൂ. എന്തായാലും ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഉസ്താദ് പറഞ്ഞതുപോലെ മഹാന്മാരെ അംഗീകരിച്ച് അവരെ ഇഷ്ടപ്പെട്ട് അവരുടെ പൊരുത്തത്തിലായി ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് അള്ളാഹു ഈ ഭൂമിയിൽ നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ നിഅമത്ത്. അതിന് ഏറ്റവും ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ അറിയേണ്ടതും നമ്മൾ അനുഭവിക്കേണ്ടതും നമ്മൾ തൊട്ടറിയേണ്ടതും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അവരിലൂടെ അല്ലാതെ ആ വാതില് തുറക്കപ്പെടൂല എന്നുള്ളതാണ്. അപ്പോ ഏതൊരു വസ്തുവിനെയും നമ്മൾ നോക്കിക്കാണുമ്പോൾ നമ്മളുടെ കൽബുമായി ബന്ധപ്പെട്ടും റൂഹുമായി ബന്ധപ്പെട്ടും നമ്മളുടെ സിറുമായി ബന്ധപ്പെട്ടും അതിൻ്റെ അപ്പുറം ഖഫീയുമായി ബന്ധപ്പെട്ടും നമ്മൾ നോക്കിക്കാണുമ്പോൾ നാല് രീതിക്ക് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ ശരീഅത്തിന്റെ കോണിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മളെ കൽബ് കൊണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, മുമ്പുള്ള പ്രവാചകന്മാർക്കൊന്നും നൽകാത്ത, ഒരുപാട് ആളുകൾക്ക് നൽകാത്ത പ്രത്യേകമായ ഒരു 10 വിശേഷണം ആർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ആ വിശേഷണം 63 വർഷത്തെ അവിടുത്തെ ജീവിതത്തിലൂടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ആ 63 വർഷത്തെ ജീവിതത്തിൽ മനസ്സിലാക്കിയ മുമ്പുള്ള പ്രവാചകന്മാർക്കൊന്നും നൽകപ്പെടാത്ത ഒരു നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ത്വരീഖത്ത് പരമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഖാസിം ഉസ്താദ് പറഞ്ഞതുപോലെ നൂറായിട്ട് മനസ്സിലാക്കണം. നൂറായി മനസ്സിലാക്കുമ്പോൾ അവിടെ ആ നൂറ് എന്ന് പറയുന്ന ആ നൂറിലൂടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിന് കാലപരിധിയില്ല, ഒന്നും തന്നെയില്ല. കാരണം ആ നൂറാണ് മുമ്പുള്ള അമ്പിയാക്കന്മാർക്കും അതുപോലെ തന്നെ ശേഷമുള്ള ആളുകൾക്കൊക്കെ പ്രകാശം ചൊരിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ത്വരീഖത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ അതൊരു നൂറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ത്വരീഖത്തിലൂടെ മനസ്സിലാക്കിയാൽ, ഇത് ഞാൻ പറഞ്ഞു വരുന്നത്
അള്ളാഹുവിനെ അറിയണമെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയണം എന്നുള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയണമെങ്കിൽ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആ മുഹമ്മദുർ റസൂലുള്ളാഹിയിൽ പരിപൂർണമായി ഫനാ ലഭിച്ച അള്ളാഹുവിൻ്റെ ജീവിച്ചിരിക്കുന്ന ഇമാമുൽ വഖ്തായ ഒരു ഷെയ്ഖിനെ അറിയണം എന്നുള്ളതാണ്. വഫാത്തായി പോയ ആളുകളിൽ നിന്ന് തെർബിയത്ത് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചർച്ച മഹാന്മാർ നടത്തുന്നുണ്ട്. അവിടെ ഔസുൽ ആദം റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇന്നൽ ഔലിയാ ഇദാ തഅല്ലഖു ഇലൽ ആഖിറതി ലാ യസ്ലഹു ലഹും ലിൽ ഇർഷാദ്. ഔലിയാക്കന്മാർ ആഖിറം കൊള്ളയെ കടന്നു കഴിഞ്ഞാൽ അവർ ഇർഷാദിന് മുതിരൂല എന്നുള്ളതാ. പക്ഷെ ഇർഷാദിന് മുതിരാൻ അവരുടെ പകരക്കാരായ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വെച്ചിട്ടുണ്ടാവും. പിന്നെ അവരിൽ നിന്ന് കിട്ടലെന്തായിരിക്കും? മദതായിരിക്കും, സഹായമായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടൊരു സംശയം വന്നേക്കാം. ഇന്നലില്ലാഹി ഇബാദൻ യതവല്ലാ തർബിയതുഹുമുർ റസൂൽ. അള്ളാഹ്ക്ക് ചില അടിമകളുണ്ടല്ലോ, അവരെ തർബിയത്ത് മുത്തുനബി ഏറ്റെടുത്ത ചില അടിമകളുണ്ടല്ലോ. അതൊക്കെ പൊതുവായ ഒരു നിയമമാക്കി വെക്കാൻ പറ്റൂല. പൊതുവായ നിയമം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഒരു മശായിഖിന്റെ കീഴിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഫനാ ആയിക്കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുക എന്നുള്ളതാണ്. ഈ രീതിക്ക് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ അള്ളാഹുവിനെ അറിഞ്ഞ ഒരു ഷെയ്ഖിനെ പിൻപറ്റുക എന്നുള്ളതാണ്. അത് ജീവിച്ചിരിക്കുന്ന ഒരു ഷെയ്ഖിനെ പിൻപറ്റിയാൽ ഏറ്റവും പരിപൂർണമായ നിലക്ക് നമുക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് അറിയാം. കാരണം ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ എല്ലാ അസ്മാ സിഫാത്തുകളും, എന്തെല്ലാം വിശേഷണങ്ങൾ ഈ ലോകത്തുണ്ടോ ആ വിശേഷണങ്ങൾ മുഴുവനും പരിപൂർണമായി വെളിവായി നിന്ന ഇടമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹഖീഖത്തിലേക്ക് നമ്മൾ എത്തിയ ഒരു വ്യക്തി മൽഹറു ജമീഇൽ കായിനാത്തായി എന്ന വിവക്ഷയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കുക. ഈ ലോകത്തുള്ള സകലമാന വസ്തുക്കളും വെളിവായി നിൽക്കുന്ന ഇടം മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണ് മൽഹറുൽ അത്തം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിലയിരുത്താനുള്ള കാരണം. ഈ രീതിക്ക് ഹഖീഖത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കി അതിലൂടെ ഫനാ ലഭിക്കുമ്പോഴാണ് നമ്മൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിപൂർണമായ നില മനസ്സിലാകുള്ളൂ. ഇതിനാണ് മഹാരഥന്മാർ ഈ ലോകത്ത് ഇവിടെ വന്നിട്ടുള്ളത്. മഹാന്മാർ വന്നത് അള്ളാഹുവിനെ അറിയിച്ചു തരാനാണ്. അള്ളാഹുവിനെ അറിയണമെങ്കിൽ അള്ളാഹിനെ അറിഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയണം. അതിന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥകൾ നമുക്കറിയില്ല, അവിടുത്തെ വാക്കുകൾ നമുക്കറിയില്ല, അവിടുത്തെ പ്രവർത്തനങ്ങൾ നമുക്കറിയില്ല. പക്ഷേ അതറിഞ്ഞ് അതിൽ ഫനാ ലഭിച്ച് അതിൽ പരിപൂർണമായ വിലയം പ്രാപിച്ച ഫനാ ലഭിച്ച കാലഘട്ടത്തിലെ ജീവിച്ചിരിക്കുന്ന മശായിഖന്മാരിലേക്ക് നാം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്, അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിലനിന്നാൽ നമുക്ക് ആ മശായിഖന്മാരെ അറിഞ്ഞാൽ അതിന് അള്ളാഹുവിൻ്റെ റസൂലിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്ത കാലത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകമായ ഒരു ശ്രേഷ്ഠതയുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള പ്രവാചകന്മാരെക്കാളൊക്കെ ഏറ്റവും ഉന്നതനാണ് എന്നുള്ളൊരു അറിവ് ലഭിക്കുക എന്നല്ലാതെ അവരെ അനുഭവിക്കാനോ അവരെ മനസ്സിലാക്കാനോ അവരെ ഉള്ളറിയാനോ അവരുടെ യഥാർത്ഥമായ വശം എന്താണ് എന്ന് മനസ്സിലാക്കാനോ സാധ്യമല്ല. അതിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്തു തൗഹീദിലേക്ക് സൂഫിയാക്കൾ എല്ലാവരും ക്ഷണിക്കാനുണ്ടായ കാരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു പഠിപ്പിക്കുകയല്ല, അവർ അനുഭവിപ്പിക്കുകയായിരുന്നു സൂഫിയാക്കളൊക്കെ ചെയ്തുന്നത്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ട ഫനാഇന്റെയും ബഖാഇന്റെയും അവസ്ഥയാണ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹും ഇല്ല എന്നുള്ളതാണ്. ഒരു ഇലാഹും ഇല്ലെങ്കിൽ നീ ഉണ്ട് എന്ന് പറയുന്ന ധാരണ നിനക്കുണ്ടെങ്കിൽ നീയും ഒരു ഇലാഹാണ്. നീ ഉണ്ട് എന്ന് പറയുന്ന ഒരു ധാരണ നിനക്കുണ്ടെങ്കിൽ നീയും ഒരു ഇലാഹാണ്. നീ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നുണ്ടോ അതൊക്കെ നിന്റെ ഇലാഹാണ്. നീ എന്തിനെയെല്ലാം ഭയക്കുന്നുണ്ടോ അതൊക്കെ നിന്റെ ഇലാഹാണ്. ഇതിനെയെല്ലാം ഫനാ ചെയ്യുന്ന അവസ്ഥ, ഇതിനെ ഫനാ ചെയ്യാനാണ് അവർ തൗഹീദിന്റെ കലിമ നമ്മളുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതരുന്നത്. ഈ ആദ്യ സ്റ്റെപ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ തൗഹീദിന്റെ കലിമ ഒരു മനുഷ്യനിലേക്ക് ഒരു ശൈഖ് ഇട്ടു തന്നാൽ
ആദ്യം നമ്മളുടെ ഹൃദയത്തിൽ ബോധ്യമാകുന്ന ഒരു ഘട്ടമുണ്ട്. ഈ ലോകത്ത് ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. അവിടെ ഞാനുണ്ട്, മറ്റ് ഇലാഹുകളുണ്ട്. ഈ ഒരു ബോധത്തോടു കൂടിയാണ് ആ ദിക്ർ ചെയ്യുന്നത്. ആ ദിക്ർ പിന്നെ ഒന്നും കൂടി സ്റ്റെപ്പ് കൂടി അത് കൽബിൽ നിന്ന് റൂഹിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം മാറും. ലാ ഇലാഹ ഇല്ലല്ലക്ക് ലാ മഖ്സൂദ ഇല്ലല്ലാ എന്ന അർത്ഥം വരും, ലാ മഹബൂബ ഇല്ലല്ലാ എന്ന അർത്ഥം വരും, ലാ മഅ്ശൂഖ ഇല്ലല്ലാ എന്ന അർത്ഥം വരും. അവിടെയാണ് സ്നേഹിക്കപ്പെടാൻ ഏറ്റവും അർഹൻ അല്ലാഹു മാത്രമാണ്, ഇഷ്ക് വെക്കപ്പെടാൻ ഏറ്റവും അർഹൻ അല്ലാഹു മാത്രമാണ്. സകലമാന എൻ്റെ ഉദ്ദേശങ്ങൾക്കും മേലെ ഏറ്റവും വലിയ ഉദ്ദേശം അല്ലാഹു മാത്രമാണ്. ഈ പറയുന്ന അവസ്ഥയിലേക്ക് അവൻ്റെ സ്റ്റെപ്പ് മാറാൻ തുടങ്ങും. സ്റ്റെപ്പ് മാറുമ്പോൾ ലക്ഷ്യം അല്ലാഹു മാത്രമാകും. ആ ലക്ഷ്യത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവനെ തന്നെ സ്വമേധയെ മറക്കാൻ തുടങ്ങും. മറക്കാൻ തുടങ്ങുമ്പോൾ അവനിൽ ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും ഉന്നതനായ അള്ളാഹുവിൻ്റെ വിശേഷ ഗുണങ്ങൾ അവനിൽ വെളിവാകാൻ തുടങ്ങും. ഈ സ്റ്റെപ്പ് മാറുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥവും ആശയവും അവൻ മനസ്സിലാക്കുന്ന ബോധവും ലാ ഇലാഹ ഇല്ലല്ലയുടെ ബോധ്യവും അവന് മറ്റൊരു തലത്തിലേക്ക് ഇടം പിടിക്കും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം ലാ അന ഇല്ലാഹു, ഞാനില്ല അവനേ ഉള്ളൂ എന്ന് പറയുന്ന അർത്ഥത്തിലേക്ക് വരും. ഈ ഒരവസ്ഥയിലേക്ക് വരണമെങ്കിൽ ഒരു ആത്മീയ ഗുരുവിനെ പിടിച്ച് ആത്മീയ ഗുരു ഇട്ട് തന്നതായ ദിക്റിലൂടെ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ആ ആത്മീയ ഗുരുവിൻ ഇട്ട് തന്നതായ ദിക്ർ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഏകീകരിച്ച് സകലമാന ചിന്തകളിൽ നിന്നും അല്ലാഹുവല്ലാത്ത ചിന്തകളിൽ നിന്നും ഞാനുണ്ട് എന്ന് പറയുന്ന ബോധത്തിൽ നിന്നും മറ്റുള്ളവരുണ്ട് എന്ന് പറയുന്ന ബോധത്തിൽ നിന്നും അല്ല മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് പറയുന്ന ബോധത്തിലേക്ക് നിന്റെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ നിന്റെ ആത്മാവിൻ്റെ അല്ലെങ്കിൽ നിന്റെ രഹസ്യത്തിൻ്റെ ബോധം എത്തുമ്പോൾ ഇവിടെ ഞാനില്ല അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ബോധതലത്തിലേക്ക് നീ എത്തും. ഇവിടെയാണ് ഏറ്റവും സ്റ്റെപ്പായ ലാ ഇലാഹ ഇല്ലല്ലയുടെ അവസാന അർത്ഥമായ ലാ മൗജൂദ ഇല്ലല്ലാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. മഹാനായ ബഖ്തിയാർ കാക്കി അൽ ഖലീഫത്തുൽ അവ്വൽ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി തങ്ങളുടെ ഖലീഫയായ ബഖ്തിയാർ കാക്കിയിലേക്ക് അസ്റാറെ ഹഖീഖി എന്ന് പറഞ്ഞിട്ട് ഉറുദുവിലെ ഖാജ തങ്ങൾ ഒരു കത്ത് കൊടുത്തു വിട്ടിരുന്നു. ആ കത്തിൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം ഉറുദുവിലെ ഖാജ തങ്ങൾ എഴുതി വെച്ചു. അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ഈ ലോകത്ത് വജൂദായിട്ട് ഒന്നും തന്നെ ഇല്ല, നീയും ഇല്ല, മറ്റുള്ളവരും ഇല്ല എന്ന് നീ ഉറപ്പിച്ചാൽ മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി ആ ഹക്ക് വെളിവായി നിൽക്കുന്ന ഇടമാണ് എന്ന് നിനക്ക് ബോധ്യമാകും കേട്ടോ എന്ന് ഖാജ തങ്ങള് ഖലീഫത്തുൽ അവ്വലായ ബഹുമാനപ്പെട്ട ബഖ്തിയാർ കാക്കിയിലേക്ക് എഴുതി വെച്ചു. ഇത് മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ബോധതലത്തിലേക്ക് എത്തുന്ന അവസ്ഥയാണ്. ഈ മനുഷ്യന്റെ ബോധതലത്തിലേക്ക് ഇവൻ എത്തുമ്പോൾ ഞാനും ഇല്ല മറ്റുള്ളവരും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഹക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇവിടെ വെളിവാകും. അപ്പൊ അവനിൽ വെളിവാകുന്ന പ്രവർത്തനങ്ങളോ അവൻ്റെതല്ലാതായി മാറും. അവൻ്റെ ശക്തി അവൻ്റെതല്ലാതെന്ന് ബോധ്യപ്പെടും, അവൻ്റെ വാക്ക് അവൻ്റെതല്ല എന്ന് ബോധ്യപ്പെടും, അവൻ്റെ കാഴ്ച അവൻ്റെതല്ല എന്ന് ബോധ്യപ്പെടും, അവൻ്റെ കേൾവി അവൻ്റെതല്ല എന്ന് ബോധ്യപ്പെടും. ഇവിടെയാണ് മൻസൂർ ഹല്ലാജ് തങ്ങൾ പറഞ്ഞത്, മൻഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വലം യഫ്നി അൻ നഫ്സിഹി ഫഹുവ കാദിബുൻ. ഒരാൾ സ്വയം ഇല്ലാതാകാതെ, സ്വയം മരിക്കാതെ, സ്വയം ഇല്ലാതാകാതെ എൻ്റെ വുജൂദ് എൻ്റേതല്ല എൻ്റെ അള്ളാഹുവിൻ്റെതാണ് എന്ന് ബോധ്യമാകാതെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഫഹുവ കാദിബുൻ, അവൻ കള്ളനാണ്, അവൻ തൗഹീദിൽ ശിർക്ക് വെച്ചവനാണ്, അവൻ മുശ്രിക്കാണ്. കാരണം വുജൂദ് ഒന്നേ ഉള്ളൂ, രണ്ട് വുജൂദില്ല. എനിക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന ബോധതലം നിന്നിൽ നിന്ന് എപ്പോൾ മാറുന്നോ അന്നേ ലാ ഇലാഹ ഇല്ലല്ലയിൽ നീ സത്യവാനാവുകയുള്ളൂ എന്ന് അനൽ ഹക്ക് എന്ന് പ്രഖ്യാപിച്ച മൻസൂറുൽ ഹല്ലാജ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഈ പറയുന്ന അവസ്ഥയിലേക്ക്, ഈ പറയുന്ന ഒരു ബോധതലത്തിലേക്ക് എത്തിയാലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഹക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് നിന്റെ പ്രവർത്തനവും മറ്റുള്ളവരുടെ പ്രവർത്തനവും നിന്റേതല്ല അവരുടേതല്ല എന്ന ബോധതലത്തിലേക്ക് ഫിഅലുകളെയും വിശേഷണങ്ങളെയും ഏകീകരിക്കുന്ന യഥാർത്ഥമായ തൗഹീദിന്റെ ആളായി നീ മാറണം. അതുകൊണ്ടാണല്ലോ വമാ റമൈത ഇദ് റമൈത വലാകിൻ അല്ലാഹ റമ, നബിയെ
നിങ്ങൾ എറിഞ്ഞ സന്ദർഭത്തിൽ ഏറിനെ നിഷേധിക്കുന്നില്ല. പ്രവർത്തനം ഇവിടെ നമ്മളിലൂടെ തന്നെ നടക്കുള്ളൂ. പ്രവർത്തനം നമ്മളിലൂടെ തന്നെ നടക്കുള്ളൂ. പക്ഷെ നമ്മളുടെ പ്രവർത്തനം നമ്മളുടേതല്ല എന്ന് ബോധ്യമാകണം. അവിടെയാണ് ഖുർആൻ മുത്തുനബിയോട് പ്രഖ്യാപിച്ചത്, നിങ്ങൾ എറിഞ്ഞ ഏറ് നിങ്ങളുടേതല്ല, അള്ളാഹുവിൻ്റെതാണ്. ഇവിടെ ഫിഇൽ ഒന്നാകുകയാണ്, അള്ളാഹുവിൻ്റെ ഫിഇൽ മാത്രമാകുകയാണ്. എനിക്ക് ഫിഇലില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതിനെന്ത് ചെയ്യണം? അതിനു മുമ്പേ മുത്തുനബിയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. നബിയെ, നിങ്ങളും മരിച്ച ആളാണെന്ന് കരുതിക്കൊള്ളണം, ജനങ്ങളും മരിച്ച ആളാണെന്ന് കരുതിക്കൊള്ളണം. മരിക്കും എന്നല്ല, മരിക്കും എന്ന് പറയുന്നിടത്ത് കാര്യമില്ലല്ലോ, കാരണം അത് എല്ലാവരുടെയും വിശ്വാസമാണ്. കുല്ലു ഷൈഇൻ ഹാലിക്കുൻ, എല്ലാം നശിക്കും എന്ന് പറയുന്നിടത്തൊരു അത്ഭുതമില്ല. അതങ്ങനെ വിശ്വസിക്കുക, എന്ത് ചെയ്യാ, ഒരു ഊഹാപോഹിയായിട്ട് നമുക്ക് നടക്കാം. പക്ഷെ എല്ലാം നശിച്ചിരിക്കുന്നു എന്ന ബോധതലത്തിലേക്ക് എത്തുമ്പോഴാണ് അതിനെന്ത് ചെയ്യുന്നത്, ഏറ്റവും വലിയ ആനന്ദം വരുന്നത്. അത് കണ്ടെത്തുന്നിടത്താണ് നമ്മൾ യഥാർത്ഥമായ മുഅ്മിനായി മാറുന്നത്. നശിച്ചു, ഇവിടെ വുജൂദ്, ഇവിടെ ഒരൊറ്റൊന്നിനും പ്രവർത്തനമില്ല, അല്ലാഹ്ക്ക് മാത്രമേ പ്രവർത്തനമുള്ളൂ എന്ന് പറയുന്ന ഉന്നതമായ അവസ്ഥ, ഈ ഒരു ബോധതലത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി യഥാർത്ഥമായ തൗഹീദിന്റെ വാഹകരായി സാധാരണ ജനങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാതെ അനുഭവസ്ഥരാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഇങ്ങനത്തെ മഹാരഥന്മാരുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അവരെ ഉൾക്കൊണ്ടവരും അവരെ മനസ്സിലാക്കിയവരും അവരെ തൊട്ടറിഞ്ഞവരും വളരെ കുറവാണ്, അവരെ ആക്ഷേപിച്ചവരാണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ആളുകളുടെ അവസ്ഥകൾ നമ്മളുടെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് തങ്ങളുടെ മാർഗത്തെക്കുറിച്ച് തന്നെ മഹാന്മാര് പറഞ്ഞത്, ഇൽമും ആന്തരിക തുറവടിയുള്ളവര് അങ്ങയുടെ മാർഗത്തെ എതിർത്തിട്ടില്ല. ഏതോ മണഗുണവന്തന്മാര് എതിർത്തിട്ടുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ വകവെക്കുകയേ വേണ്ട. ഇൽമുള്ള കശ്ഫുള്ള മഹാന്മാർ ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രം ഇവിടെ നോക്കിയാൽ മതി. കാരണം ത്വരീഖത്തിലേക്കെത്താത്ത, ഹഖീഖത്തിലേക്കെത്താത്ത, ഈ ശരീഅത്തിന്റെ വാക്കുകളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഉലമ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ഉലമ എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ എതിർക്കും. കാരണം അവർക്ക് അനുഭവിക്കാത്തൊരു ലോകമാണ് ഇവരിലൂടെ പ്രകടമാകുന്നത്. അതവരെതിർത്തുകൊണ്ടേയിരിക്കും, അവരെതിർക്കട്ടെ. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, ആലിമീങ്ങൾ മാത്രമല്ല, കശ്ഫുള്ളവർ ആരെങ്കിലും ഇവരെ എതിർത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. കശ്ഫുള്ള ആലിമീങ്ങൾ ആരും എതിർത്തിട്ടില്ല. മഹാന്മാർ ഈ ഹളറത്തിൽ വന്നിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഖാസിമി ഉസ്താദ് ഇവിടെ പറഞ്ഞു. മഹാന്മാരൊക്കെ ഒരു മഹാനും മഹാനവറുകളുടെ പദവിയെയോ മഹാനവറുകളുടെ പ്രവർത്തനങ്ങളെയോ എതിർത്തിട്ടില്ല എന്ന് ചരിത്രം പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, ആലിമീങ്ങൾ ഇന്ന് ആലിമായി ചമയുന്ന, അല്ലെങ്കിൽ ഫിഖ് ചമയുന്ന, അല്ലെങ്കിൽ കർമ്മശാസ്ത്രവാദികളാണ് എന്ന് വാദിക്കുന്ന ആരെങ്കിലും ഇവരെ എതിർത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചെവികൊള്ളുകയേ വേണ്ട. അവർ എതിർത്ത ചരിത്രമേ ഉള്ളൂ. പക്ഷെ മഹാന്മാർ ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അവരാരും എതിർത്തിട്ടില്ല. ബൽ കുല്ലു നസ്നഉ അലാ മാ ഫീക മിൻ വസ്ഫിൻ, അവിടുത്തെ വിശേഷണങ്ങളൊക്കെ അവർ പാടി പുകഴ്ത്തുകയേ ചെയ്തിട്ടുള്ളൂ, പറഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ ദറജ മഹാനായ സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി, നമുക്കറിയാലോ, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ഉസ്താദാണ്. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ഉസ്താദായ സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇയ്യാകും മൻ തുൻകിറു അലാ അഹദിൻ മിനൽ ഔലിയാ, ഒരു ഔലിയാക്കളെയും നിങ്ങൾ എതിർക്കാൻ പോകണ്ട കേട്ടോ. ഇയ്യാകും മൻ തുൻകിറു അലാ അഹദിൻ മിനൽ ഔലിയാ, വലിയാണ് എന്ന് പ്രസിദ്ധമായ ഒരാളെയും നിങ്ങൾ എതിർക്കാൻ പോകണ്ട. കാരണം വലിയാണ് എന്ന് ഒരു നാട്ടിൽ ഒരാൾ പ്രസിദ്ധമായാൽ അള്ളാഹു അതിനെ പ്രസിദ്ധമാക്കിയതിന് പിന്നിൽ ഒരു ഹിക്മത്തുണ്ടാകും. ആ ഹിക്മത്ത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ അതിനെ എതിർക്കാൻ പോകണ്ട. അതുകൊണ്ടാണ് ഇബ്രാഹിമുൽ മത്ബൂലി എന്ന് പറയുന്ന ഇമാം ഷെഹറാനിയുടെ ഉസ്താദായ ഇബ്രാഹിമുൽ മത്ബൂലി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ഉസ്താദായ സക്കരിയ അൽ അൻസാരി, നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കുന്നവർ. മഹാനവരുടെ കാലത്ത് ഇബ്രാഹിമുൽ മത്ബൂലി എന്ന് പറയുന്ന മഹാനെ കുറിച്ച് ആ കാലഘട്ടത്തിൽ പലരും എതിർക്കുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട് എന്നുള്ള പരാതി വന്നു. അപ്പൊ മുതഅല്ലിമായി പഠിക്കുന്ന സക്കരിയ അൽ അൻസാരി തന്റെ ഒപ്പമുള്ള ശരീക്കന്മാരോട് പറഞ്ഞു, നമുക്കൊന്ന് അദ്ദേഹത്തെ പോയി കാണാം, ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ സക്കരിയ അൽ അൻസാരിയും കുറച്ച് കൂട്ടുകാരന്മാരും 10ഓളം വരുന്ന തന്റെ ശരീക്കന്മാരായ ആളുകളും പോയി കണ്ടു. പോയപ്പോൾ ഇവര് 3 ടീമായി.
ഇവർ മൂന്നാളും എന്താ അഭിപ്രായം പറഞ്ഞിട്ട് ഒരു ടീം പറഞ്ഞു അദ്ദേഹം എന്തെങ്കിലും കറാമത്ത് വെളിവാക്കിയാലേ നമ്മൾ അംഗീകരിക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല, അംഗീകരിക്കൂല. ഒരു ടീം പറഞ്ഞു അദ്ദേഹം ഇനി എന്താണെങ്കിലും എന്ത് ചെയ്യുക, അദ്ദേഹം മോശമായ വല്ല പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടായാൽ നമ്മൾ എതിർക്കൂട്ടോ എന്ന് പറഞ്ഞു. സക്കരിയ അൻസാരി പറഞ്ഞു എന്തുണ്ടായാലും നമ്മൾ എതിർക്കൂല എന്ന് പറഞ്ഞു. സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ മൂന്നാളും കൂടി പോയപ്പോഴോ ഇബ്രാഹിം അൽ മത്ബൂലി എന്ന് പറയുന്ന ആത്മീയ ഗുരു, ഷാദുലി ത്വരീഖത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖലീഫയാണ് ഇബ്രാഹിം അൽ മത്ബൂലി. ബഹുമാനപ്പെട്ട ഷാദുലി ഇമാമിന്റെ 16-മത്തെയോ 14-മത്തെയോ ഖലീഫയാണ് ഇബ്രാഹിം അൽ മത്ബൂലി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഇബ്രാഹിം അൽ മത്ബൂലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ഇവർ ചെന്നപ്പോൾ വത്തക്ക കട്ടിയാണ്, നല്ല വത്തക്ക ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. വത്തക്ക കട്ട് ചെയ്തു, ഇവരോട് ഇങ്ങനെ വട്ടളത്തിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു, ഇരുന്നു. വത്തക്ക കട്ട് ചെയ്തിട്ട് ഇബ്രാഹിം അൽ മത്ബൂലി എന്ന് പറയുന്ന ഷെയ്ഖ് ഇങ്ങനെ ഇടത്തെ ഭാഗത്തു കൂടെ ഇങ്ങനെ കൊടുത്തു. സക്കരിയ അൻസാരി ഇവിടെ വലത്തെ ഭാഗത്തായിരിക്കണം, ഇങ്ങനെ കൊടുത്തപ്പോൾ ഒരു ടീം സുന്നത്ത് പോലും അറിയാത്ത പട്ട് ജാഹിലായ ഒരു ആളാണ് ഇവിടെ ഷെയ്ഖാണെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നതിന് വലത്തേതിനെ മുന്തിക്കണം എന്നുള്ളത് എന്ത് ചെയ്യില്ലേ, അറിയില്ലേ എന്ന് പറയും. മറ്റേ ടീം ഇദ്ദേഹത്തിൽ നിന്ന് ഇപ്പം കറാമത്തൊന്നും അംഗീകരിക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, ഇയാൾ അംഗീകരിക്കൊന്നും വേണ്ട, നമുക്ക് നമ്മളെ പണിയൊക്കെ പോവാം. സക്കരിയ അൻസാരി അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഹിക്മത്തുണ്ടാവും, ഇടത്തെ ഭാഗത്ത് കൂടെ കൊടുത്തതിൽ നമുക്ക് ആ ഹിക്മത്ത് അറിയാത്തതാണ് എന്നും പറഞ്ഞ് ഇടത്തെ ഭാഗത്ത് കൂടെ അങ്ങനെ കൊടുത്ത് എല്ലാവർക്കും വത്തൊക്കെ കൊടുത്ത് അവർ 10 ആളുകളുണ്ടായിരുന്നു. അങ്ങനെ സക്കരിയ അൻസാരി ഞാൻ അദ്ദേഹത്തെ എതിർക്കൂല, അതിൻ്റെ പിന്നിൽ ഒരു ഹിക്മത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കൊടുത്ത ആളുകളെ ഓരോരുത്തരെയും എന്ത് ചെയ്തു, സക്കരിയ അൻസാരി എഴുതി വെച്ചു. ഇടത്തെ ഭാഗത്ത് കൊടുത്ത ആദ്യത്തെ ആൾ, 2-മത്തെ ആൾ, 3-മത്തെ ആൾ, 4-മത്തെ, അങ്ങനെ 9 ആൾ എന്ത് ചെയ്തു എഴുതി വെച്ചു. 10-മത് സക്കരിയ അൻസാരിനെ എഴുതി വെച്ചു. ചരിത്രം പറയുന്നു ആദ്യം കൊടുത്ത ആൾ ആദ്യം മരിക്കുകയാണ്, 2-മത് കൊടുത്ത ആൾ 2-മത് മരിക്കുകയാണ്. ഇങ്ങനെ 9 ആളും മരിച്ചു. ഞാനുള്ളൂ സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉള്ളൂ. ഇദ്ദേഹം വലത്തുനിന്ന് കൊടുത്തതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ സുന്നത്ത് നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇവിടെ ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഹിക്മത്ത് ഇവർ ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ ഇവിടെ ഇടത്തെ ഭാഗത്തേക്ക് എന്ത് ചെയ്തത്, ഇടത്തെ ഭാഗത്തിലൂടെ സുന്നത്ത് ഒഴിവാക്കിയിട്ട് ഇവർ കൊടുത്തത്. ഇങ്ങനെയാണ് മശായിഖന്മാർ. അതുകൊണ്ടാണ് മശായിഖന്മാരെ സംബന്ധിച്ച് പറഞ്ഞത് പ്രത്യക്ഷത്തിൽ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന കാര്യം കണ്ടാലും അവരെ എതിർക്കാൻ പാടില്ല എന്ന്. ബഹുമാനപ്പെട്ട ഈ ഇമാം ഖുതുബ് ഷെഹ്റാനിയെ പോലത്തെ മഹാരഥന്മാരൊക്കെ എഴുതി വെക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. അതിൻ്റെ പിന്നിൽ എന്തുണ്ടാകും, ഒരു ഹിക്മത്തുണ്ടാകും. ഇങ്ങനെയാണ് കാരണം അവർ ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ല് നീ എൻ്റെ അമാനിൽ അതൊന്നോവർ എന്ന് ഔസുല്ലാദം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അവർ സ്വയിഷ്ടപ്രകാരം ഒന്നും പറയുന്നില്ല. അവർ അള്ളാഹുവിലും റസൂലിലും ഫനാ ആയി പരിപൂർണ ഫനാ ലഭിച്ചവരാണ്. അവരുടെ ഇച്ഛ അവരുടേതല്ല, അവരുടെ പ്രവർത്തനം അവരുടേതല്ല, അവരുടെ ആഗ്രഹങ്ങൾ അവരുടേതല്ല. അതൊക്കെ അള്ളാഹുവിൻ്റെതായി മാറിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. വിശാലമായി ഒരു ചർച്ച ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരു സ്കലാവാം. ഇപ്പോൾ ഒരുപാട് സമയം ആയതുകൊണ്ട് ഞാൻ ഈ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇൻഷാ അല്ലാഹ് കടക്കുന്നില്ല. പിന്നീട് ഒരിക്കൽ നമുക്കെന്ത് ചെയ്യുക, ഇനി അവസരമുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യുക, ആകാ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തായാലും അള്ളാഹു നമുക്ക് ഈ ഒരു മഹാനായ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ലോകത്ത് തൗഹീദിന്റെ വിജ്ഞാനം ഇത്രയേറെ പരസ്യപ്പെടുത്തിയ ഒരു നേതാവ് ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി തങ്ങളെ പോലെ ലോകത്തില്ല. ഗൗസുൽ ആലം പറഞ്ഞതിനെക്കാട്ടിയും കൂടുതൽ പറഞ്ഞ മഹാനാണ് ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി. ഗൗസുൽ ആലമിന്റെ 50-മത്തെ പിറക്കാത്ത പുത്രൻ. ഗൗസുൽ ആലമിന് 49 മക്കളുണ്ടായിരുന്നു. 50-മത്തെ പിറക്കാത്ത പുത്രൻ എന്ന് പറഞ്ഞാൽ തൻ്റെ മുതുകിലുണ്ടായിരുന്ന 50-മത് പിറക്കാനിരിക്കുന്ന ബീജം മഹാനായ ഇബ്നു അറബി തങ്ങളുടെ പിതാവായ അറബി തങ്ങൾക്ക് എനിക്ക് മക്കളില്ല എന്ന് വന്ന് പരാതി പറഞ്ഞപ്പോൾ, എന്ന എൻ്റെ മുതുകത്ത് ഒരു 50-മത്തെ ബീജം ഇരിക്കുന്നുണ്ട്, അത് ഞാൻ നിനക്ക് തരാം, മുതുകോട് മുതുക് ചേർത്ത് വെച്ചോളൂ. എന്തിനും ഇവർക്ക് കഴിയുമല്ലോ, നിലനെ കളവാനും നിലനെ കൊടുപ്പാനും നായന്നവർക്കാനും വാദം കൊടുത്തോവർ. അറബി തങ്ങളും ഗൗസുൽ ആലം തങ്ങളും മുതുകോട് ചേർത്ത് വെച്ചു. പ്രായാധിക്യത്തിൽ അറബി തങ്ങൾക്ക് തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു കുഞ്ഞ് രചിച്ചു. അതാണ് ഷെയ്ഖുൽ അക്ബർ. പേര് എൻ്റെത് തന്നെ ഇടണമെന്ന് ഗൗസുൽ ആലം. അതാണ് മുഹയ്യിദ്ദീൻ ഇബ്നു അറബി. ആ ഇബ്നു അറബി തങ്ങൾ പിന്നീട് എന്ത് ചെയ്തു, ആത്മീയ ലോകത്ത് എന്ത് ചെയ്തു, ഒരു വയസ്സായപ്പോൾ ഗൗസുൽ ആലമിന്റെ 90-മത്തെ വയസ്സിലാണ് ഇബ്നു അറബി തങ്ങൾ പ്രസവിക്കുന്നത്. ആ ഇബ്നു അറബി തങ്ങളെ 1-മത്തെ വയസ്സിൽ മകൻ ഉപ്പ കൊണ്ടുപോയി അറബി തങ്ങൾ കൊണ്ടുപോയി കൊടുത്തപ്പോൾ പറഞ്ഞു,
ഇദ്ദേഹത്തിലൂടെ ലോകത്ത് ഏറ്റവും കൂടുതൽ തൗഹീദിന്റെ വിജ്ഞാനം പ്രസിദ്ധമാകുമെന്ന് 1-ാമത്തെ വയസ്സിൽ ഗൗസുൽ ആലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. പിന്നീട് ശൈഖുൽ അക്ബർ ഇബ്നു അറബി തങ്ങൾ വരികയാണ്. മക്കയിൽ കുറച്ചു കാലം ഇരിക്കുകയാണ്. അള്ളാന്റെ അടുത്ത് നിന്ന് വിജ്ഞാനം ഇറങ്ങാൻ തുടങ്ങി. ആ വിജ്ഞാനം 10 വാള്യമാക്കി. അതാണ് ഫുതുഹാത്തിൽ മക്കിയ, മക്കയിൽ നിന്ന് എനിക്ക് ഇറങ്ങിയതായ അള്ളാഹുവിന്റെ വിജ്ഞാനങ്ങൾ. അവസാനം മിസ്ർ പോയി. മിസ്റിലും അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കുറച്ച് വിജ്ഞാനങ്ങൾ ഇറങ്ങി. അതും 10 വാള്യമാക്കി. അതാണ് ഫുതുഹാത്തുൽ മിസ്രിയ. മിസ്റിൽ നിന്ന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് എനിക്കിറങ്ങിയ വിജ്ഞാനങ്ങൾ, ഫുതുഹാത്തുകൾ. അവസാനം ഇറാഖ് പോയി. അവിടുന്ന് വന്നു വിജ്ഞാനം. അതും 10 വാള്യമാക്കി. ഫുതുഹാത്തുൽ ഇറാഖിയ. എല്ലാം ആത്മജ്ഞാനങ്ങൾ. വഫാത്തിനോടനുബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിന്റെ ആത്മീയ തലങ്ങൾ തട്ടിച്ചുകൊണ്ട് മാത്രം മഹാനവറുകൾ വ്യാഖ്യാനം എഴുതാൻ തുടങ്ങി. അൽ കഹ്ഫ് എന്ന് പറയുന്ന 15 ജുസ് വ്യാഖ്യാനിച്ചപ്പോഴേക്കും 90 വാള്യമായിരുന്നു. അപ്പോഴേക്കും വഫാത്തായി മഹാനായ ഇബ്നു അറബി തങ്ങൾ. കണ്ടോ ആ ഇബ്നു അറബി തങ്ങൾ, ആ ഇബ്നു അറബി തങ്ങളെ പോലത്തെ മഹാരഥന്മാർ, ഇവരൊക്കെ ലോകത്ത് കാണിച്ചു തന്ന, ലോകത്ത് പരിചയപ്പെടുത്തി തന്ന, ഇവരെ കുറിച്ചാണ് ആ കാലഘട്ടത്തിലെ എല്ലാവരും പറഞ്ഞത്. ഇബ്നു അറബി തങ്ങളുടെ കിതാബ് വായിക്കരുത്, അത് കത്തിച്ചു കളയണം, അതെടുത്തിട്ട് എന്ത് ചെയ്യരുത്, ഇബ്നു അറബി തങ്ങളുടെ വാക്കുകൾ പോലും തൊട്ടുപോകരുത്. കാരണം അത്രയും ആത്മീയ ലോകം എന്ത് ചെയ്ത് വെളിവാക്കിയ ആളാ. ഫുതുഹാത്തുൽ മക്കിയ എന്ന് പറയുന്നത് എഴുതിയിട്ട് കഅബന്റെ മേലെ 1 വർഷം വെച്ചു. കഅബന്റെ മേലെ വെള്ളം മഴ ഒക്കെ ഉണ്ടായിരുന്നു, ഒരു കേടുപാടുണ്ടായില്ല അന്നത്തെ കാലത്ത്. അയില മഹാനവറുകൾ പറഞ്ഞ്, ലോകത്ത് കഴിഞ്ഞു കടന്ന മൊത്തം അമ്പിയാക്കളെ എൻ്റെ മുന്നിൽ അള്ളാഹു ഹാദിറാക്കി തന്നിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്നതും ഇന്ന് ജീവിച്ചിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ മൊത്തം ഔലിയാക്കളെ എനിക്കറിയാം. ഞാൻ പരിചയപ്പെടുത്തി തന്നാൽ ആക്ഷേപിക്കുകയില്ലായിരുന്നുവെങ്കിൽ ഞാനതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. കാരണം ചിലപ്പോൾ കളിച്ചടക്കുന്ന ഒരു കുട്ടി കുത്തുബാണ് എന്നെങ്ങാനോ ഇബ്നു അറബി തങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ? ഫോട്ടോ ഷൂട്ട് നടന്നിട്ടുള്ള എല്ലാ എന്ത് ചെയ്യുക, ഔറാദുകളൊക്കെ നടന്ന് വളരെ പക്വതയോടുകൂടെ നടക്കുന്ന ഔലിയാക്കളെന്ന് അംഗീകരിക്കാത്ത കാലാണ് അല്ലേ? ആരൊക്കെയാണ് ഇതിൽ വലിയായിട്ടുള്ളത് നമുക്കറിയോ? അത് നിങ്ങൾ ആക്ഷേപിച്ചിട്ട് നിങ്ങളുടെ അവസാന നാശമായി പോകണ്ട എന്ന് വിചാരിച്ച് ഞാനിത് പറയുന്നില്ല എന്ന് പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുൽ അക്ബർ ഇബ്നു അറബി തങ്ങൾ. ആ ഇബ്നു അറബി തങ്ങൾ ഗൗസുൽ ആലമിന്റെ 50-ാമത്തെ പിറക്കാത്ത പുത്രനായി വന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഏറ്റവും വലിയ വലിയ എന്ന് പറഞ്ഞ വിജയി എന്ന് പറഞ്ഞാൽ മൻ ബായഅ ഇമാമ വഖ്തിഹി വഹക്കമഹു ഫീ അഹ്ലിഹി വമാലിഹി വവലദിഹി. ജീവിച്ചിരിക്കുന്ന ഒരു ശൈഖിനെ ബൈഅത്ത് ചെയ്ത് നിന്റെ മുതലിലും നിന്റെ സമ്പത്തിലും കുടുംബത്തിലും നിന്റെ വിഷയത്തിലും ആ ശൈഖിനെ വിധികർത്താവാക്കുന്നവനാണ് വിജയി എന്ന് മഹാനായ ശൈഖുൽ അക്ബർ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് കാണാം. അങ്ങനെ എല്ലാ നിലക്കും ലോകത്തോട് തൗഹീദിന്റെ വിജ്ഞാനം കാണിച്ചു തന്ന മഹാനവറുകൾ ഒരിക്കൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് സൈഫുൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതൊരു വാളാണ് മോനെ. നിസ്ഫുഹു നഫിയുൻ നിസ്ഫുഹു ഇസ്ബാത്തുൻ. അതിന്റെ പകുതി നിഷേധമാണ്. ലാ ഇലാഹ, ഒരാളും ഇല്ല എന്ന് നിഷേധിക്കുകയാണ്. ഒരാളും ഇല്ലാതാവുമ്പോ പിന്നെ അവിടെ ഒരാൾ വരും, ഇല്ലല്ലാഹ്. അതാണ് ഫനായിൽ നിന്ന് ബഖായിലേക്കുള്ള ദീർഘമായ ഒരു ശൈഖിന്റെ കയ്യിലൂടെയുള്ള ആത്മീയ യാത്രയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന തൗഹീദാകുന്ന കലിമ എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാൻ ശൈഖുൽ അക്ബർ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി. അതിനു വേണ്ടിയിട്ടാണ് ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് വന്നത്. അതിനു വേണ്ടിയാണ് ഖാദിരിയ ത്വരീഖത്തുകൾ ഇവിടെ വന്നത്, ചിശ്തിയ ത്വരീഖത്തുകൾ വന്നത്. അതിനു വേണ്ടിയാണ് ഖാദിരിയ ത്വരീഖത്തിന്റെ മഹദറുകളും തഖിയ്യകളും ഖാങ്കാകളും അതുപോലെ തന്നെ ഹുജ്റകളും എല്ലാം ഇവിടെ സ്ഥാപിക്കാനുണ്ടായ കാരണം അവർ കാണിച്ചു തന്ന പ്രോജ്വലമായ പ്രഭ കെടാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി. ആ ഒരു മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. കാരണം ഇവർ ഉജൂദിനെ രണ്ടായി കാണാതെ താൻ തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിൽ നിലനിന്നുകൊണ്ട് യഥാർത്ഥമായ തൗഹീദിലേക്ക് ക്ഷണിച്ച ആളുകളാണ്.
ഇന്ന് നമ്മൾ യഥാർത്ഥമായ തൗഹീദിന്റെ ആളുകളല്ല, നമ്മൾ മുശ്രിക്കീങ്ങളാണ്. എനിക്ക് പ്രവർത്തനം കാണുന്ന കാലത്തോളം നമ്മൾ അള്ളാഹുവിനും പ്രവർത്തനം കാണുന്നവരാണ്. അപ്പൊ അള്ളാഹ് പറയും എനിക്കേ പ്രവർത്തനമുള്ളൂ, നീ പറയും അല്ല എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ മുശ്രിക്കായി നിലനിൽക്കുന്നവരാണ്. അതുകൊണ്ട് നീ സ്വയം മറന്നുകൊണ്ട് നീ എന്ന് ഒരു ശൈഖിന്റെ കയ്യിലൂടെ തരുന്ന ആത്മീയ ദിക്ർ കൊണ്ട് നീ നിന്നെ കൊല്ലുന്നുവോ, നിന്നെ ഇല്ലാതാക്കുന്നുവോ, നിന്നെ മരിപ്പിക്കുന്നുവോ, അന്നേ നിന്നിൽ ഹക്കിന്റെ യഥാർത്ഥമായ വെളിപാടുണ്ടാകുകയുള്ളൂ എന്ന് ലോകത്തെ പഠിപ്പിച്ച നേതാവാണ് മഹാനായ ശൈഖുൽ അക്ബർ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ അനുഭവസ്ഥരായ ആളുകൾ. അതാണ് ഗൗസുൽ ആലം തങ്ങൾ പാപ്പയുടെ ഒരു ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുകയാണ്. ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട യഥാർത്ഥമായ, നമ്മളിപ്പോൾ അള്ളാഹുവിനെ അറിഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് പറഞ്ഞു. ആ മുഹമ്മദ് റസൂലുള്ളാഹി അറിഞ്ഞതുപോലെ ഞാനും അള്ളാഹിനെ അറിഞ്ഞിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ച നേതാവാണ് ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു. അത് മുഹമ്മദ് റസൂലുള്ളാഹിയിൽ മാത്രം നിക്ഷിപ്തമല്ല. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി അത് മറച്ചു വെച്ചു എന്ന് പറയേണ്ടി വരും. റസൂലുള്ളാഹിക്ക് അറിയിച്ചു തന്ന മഅരിഫത്തെ മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കാതിരുന്ന അത് റസൂലുള്ളാഹി മറച്ചു വെച്ചു എന്നായില്ലേ? ആവൂലേ? ആവും. റസൂലുള്ളാഹിന്റെ മഅരിഫത്ത് അതേ പ്രകാരം മറ്റുള്ളവർക്ക് കൊടുത്തവരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു മഹാന്മാര് ശൈഖുൽ അക്ബർ ഇബ്നു അറബി തങ്ങളൊക്കെ പറഞ്ഞത് നബി എന്ന പേരേ അസ്തമിക്കുന്നുള്ളൂ, മഖാം അസ്തമിക്കുന്നില്ല കേട്ടോ. നബി എന്ന പേര് അവിടെ അസ്തമിക്കുന്നു, മഖാമുകൾ അസ്തമിക്കുന്നില്ല. മഖാം എല്ലാ കാലത്തും ഉണ്ടാകണം. കുത്തുബുകൾ ഇവിടെ വരണം, ഔസുകൾ ഇവിടെ ഉണ്ടാകണം. ആ ഊസായി നിന്ന മഹാൻ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മഖാം അലങ്കരിക്കുന്നവരാണ്. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മഖാം അലങ്കരിക്കുമ്പോഴോ ഗൗസുൽ ആലമിനെ വിളിച്ചു പറയാം, ഈ ലോകത്തുള്ള സകലമാന അള്ളാന്റെ ഇൽമു മൊത്തം എനിക്കറിയാം, വേണമെങ്കിൽ ഞാൻ തിട്ടപ്പെടുത്തി തരാം. ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞു, അതുകൊണ്ടാണ് ആരുണ്ടതെന്റെ മഖാമീനെ എത്തിയിട്ട് ആരാലും ഉണ്ടെങ്കിൽ ചൊല്ലൂവിനെന്നോവർ എന്ന് ഗൗസുൽ ആലം തങ്ങൾ ധൈര്യസമേതം പ്രഖ്യാപിക്കാനുണ്ടായ കാരണം എല്ലാ വലികളും ഓരോ നബി വാഴി, ഞാൻ എൻ്റെ സീബാവ കാൽവാഴി എന്നവർ പരിപൂർണമായി എൻ്റെ വല്ലിപ്പയിൽ ഫനാ ആയി നിൽക്കുന്ന ഞാൻ എൻ്റെ വല്ലിപ്പാന്റെ അതേ മാർഗമാണ് ഞാനിവിടെ ലോകത്ത് കാണിച്ചു തന്നിട്ടുള്ളത്, പിൻപറ്റിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിൻ്റെ 40 വർഷത്തെ ജീവിതം, 25 വർഷത്തെ ജീവിതം, 18 വർഷത്തെ ജീവിതം, സ്വന്തം നാട്ടിൽ കൈലാൻ എന്ന് പറയുന്ന നാട്ടിൽ 18 വർഷക്കാലം മഹാനവറുകൾ ജീവിച്ച് 18ാമത്തെ വയസ്സായപ്പോൾ ഒരു പശു പറഞ്ഞതനുസരിച്ച് ബഗ്ദാദിന്റെ മണ്ണിലേക്ക് ഇൽമ തേടിപ്പോയി. അവിടെ മഹാനവറുകൾ 8 വർഷം ഇൽമ പഠിച്ച് 25 വയസ്സായപ്പോൾ 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയെന്ന് ഏകൾ കേട്ടാരേ ഇരുന്നോവർ. 25 വർഷം മഹാനവറുകൾ ആത്മീയ യാത്ര തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? സ്വന്തത്തെ തിരിച്ചറിയാൻ. അള്ളാഹു പുറത്തുണ്ട്, പുറത്തന്വേഷിച്ചിട്ടല്ല നടന്നത്, എന്നിലുണ്ട്, എന്നിൽ മറഞ്ഞിരിക്കുന്ന അള്ളാഹുവിനെ അറിയാൻ. മഹാനായ ഖുദ്സിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നിന്റെ സിറിൽ അള്ളാഹു ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞ ഖുദ്സിയായ ഹദീസ്. ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ അർശാണ്. മാ വസഅനി അർളി വലാ സമാഇ വലാകിൻ വസഅനി ഖൽബു അബ്ദി അൽ മുഅ്മിൻ. ഭൂമിയുടെ എവിടെ പോയാലും ആകാശത്തിന്റെ ഏത് മുക്കിൽ പോയാലും എന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്നെ മനസ്സിലാക്കാൻ പറ്റിയ ഒരേ ഒരു ഇടം എൻ്റെ മുഅ്മിനായ അടിമയുടെ ഹൃദയമാണ്. അവിടെയാണ് ഞാനുള്ളതെന്ന് പഠിപ്പിച്ച ഈ ഹദീസിന്റെ വാക്താക്കളായി യഥാർത്ഥമായ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ കൽബിൽ നിൽക്കുന്ന മഹാന്മാരാണ് യഥാർത്ഥമായ കുത്തുബുകളും ഔസുകളുമായി നിൽക്കുന്ന മഹാൻ. അതിന് മഹാനവറുകൾ 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയെന്ന് ഏകൾ കേട്ടാരേ ഇരുന്നോവർ. 25 വർഷം മഹാനവറുകൾ ചുറ്റി നടന്നു. എന്നിട്ട് തൻ്റെ ആത്മീയ ഗുരുവാകുന്ന അബൂ സഈദുൽ മുബാറക്കുൽ മുഹറമിയെ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പരിപൂർണമായ ഫനാ ലഭിച്ചവരായിരിക്കുന്നു. ഇനി നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കണം. 50ാമത്തെ വയസ്സിൽ ബഗ്ദാദിന്റെ മണ്ണിൽ വന്നിരുന്നു കൊണ്ട് 40 ഇറ്റാണ്ടോളം വഅ്ള് പറഞ്ഞോവർ, നന്നായി 90 കാലം ഇരുന്നോവർ. 40 വർഷം തൗഹീദിലേക്ക് ക്ഷണിച്ചു. ആ ഗ്രന്ഥം അൽ ഫത്ഹുർ റബ്ബാനി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമായി ലോകത്ത് വിരചിതമായി.
ആ ഔസുൽ അഅ്ലം റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലഘട്ടത്തിൽ അവിടുത്തെ ഖലീഫമാരിൽപ്പെട്ട മകനായ അബ്ദുർ റസാഖ് എന്ന് പറയുന്ന മകൻ തൻ്റെ മദ്രസത്തുൻ നിളാമിയ എന്ന് പറയുന്ന മദ്രസയിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും തൗഹീദിന്റെ ക്ലാസ് എടുത്തുകൊണ്ട് രാത്രി സമയത്ത് വീട്ടിലേക്ക് കടന്നു വരാറുണ്ട് ഔസുൽ അഅ്ലം തങ്ങൾ. ഒരു ദിവസം വാപ്പയെ പിന്തുടർന്നു മകനായ അബ്ദുർ റസാഖ്. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയാണ്. വീടിൻ്റെ ഉമ്മരപ്പടിയിലെത്തിയപ്പോൾ മഹാനായ ഔസുൽ അഅ്ലം തങ്ങൾ അവിടുന്ന് റിട്ടേൺ അടിച്ചു. വീട്ടിൻ്റെ ഉള്ളിൽ കയറിയില്ല. റിട്ടേൺ അടിച്ചിട്ട് വാപ്പ ഇങ്ങനെ തിരിച്ചുപോയി. മകൻ ഉമ്മയുടെ അടുത്തേക്ക് കയറി ചെന്നു. വാപ്പ ഉള്ളിലേക്ക് വന്നിരുന്നോ എന്ന് ചോദിച്ചു. അപ്പ പറഞ്ഞു, 15 വർഷമായിട്ട് വാപ്പ രാത്രി ഇങ്ങോട്ട് വരാറില്ല. ഉമ്മ പറഞ്ഞു, 15 വർഷമായിട്ട് രാത്രി വാപ്പ എന്തില്ല ഇങ്ങോട്ട് വരാറില്ല. അങ്ങനെ വാപ്പ എങ്ങോട്ടാണ് പോയത് എന്ന് അന്വേഷിച്ചു നോക്കിയപ്പോൾ ഇബാദത്തിന് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ഹുജറത്തു ഷരീഫ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടിട്ടുണ്ട്. മകൻ പോയി രാത്രിയുടെ പാതിരായിൽ അവിടെ നിന്നു. തഹജ്ജുദിന്റെ സമയം വരെ അവിടെ കയ്യും നെട്ടിയിട്ട് അബ്ദുർ റസാഖ് എന്ന് പറയുന്ന മകൻ അവിടെ നിന്നു. പുറത്തേക്ക് വരുന്നത് വരെ തഹജ്ജുദ് സമയമായപ്പോൾ ഔസുൽ അഅ്ലം തങ്ങൾ വന്നപ്പോൾ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പ പറഞ്ഞു, ഞാൻ വാപ്പയെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പ പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് പോലെ നീ ചെയ്യരുത്, മക്കളും കുട്ടികളൊക്കെ വീട്ടിലുണ്ടല്ലോ, അവിടേക്ക് പോകണം രാത്രിയിൽ എന്ന് പറഞ്ഞു. അപ്പ പറഞ്ഞു, വാപ്പ എന്തിനാണ് ക്ലാസ് കഴിഞ്ഞ് എന്നും വീടിൻ്റെ ഉമ്മരപ്പടി വരെ പോയി തിരിച്ചു പോകുന്നത്? അപ്പ പറഞ്ഞു, എൻ്റെ മുരീദുമാർ ഞാൻ വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് ധരിച്ചോട്ടെ, അവർ എന്നെക്കുറിച്ച് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഈ വുജൂദ് എൻ്റെ വല്ലിപ്പയുടെ വുജൂദാണ്. ലാ വുജൂദ് അബ്ദുൽ ഖാദർ. അബ്ദുൽ ഖാദർ എന്നോ മരിച്ചു പോയിട്ടുണ്ട് മോനെ. അബ്ദുൽ ഖാദർ മുത്തുനബി അബ്ദുൽ ഖാദർ സാറഫാനിയൻ വബാഖിയൻ ഫീ ജദ്ദി, എൻ്റെ വല്ലിപ്പയിൽ ഫനാ ആയി ബഖാ ആയി നിൽക്കുന്നു. അപ്പോൾ അവരിൽ വിശേഷണങ്ങൾ മുഹമ്മദ് നബിയുടെ വിശേഷണമാണ്. അവരിലുള്ള വിശേഷണം മുത്തുനബിയുടെ വിശേഷണമായി നിലകൊണ്ട്, അള്ളാഹുവിൻ്റെ വിശേഷണമായി നിലകൊണ്ട് നിൽക്കുന്ന അവസ്ഥ. അപ്പ വാപ്പ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മേഘം തണലിടാറുണ്ടല്ലോ മുത്തുനബിക്ക്, നിങ്ങൾക്കെന്താണ് മേഘം തണലിടാത്തത്? അവിടുന്ന് പറഞ്ഞു, തറക്തുഹു അംദാ, അത് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. ലി അല്ലാ യകൂനു അന്നീ നബിയുൻ, ഞാൻ നബിയാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി മേഘത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് തണലിടേണ്ട ആവശ്യമില്ല. കണ്ടോ, എല്ലാം അവർക്ക് വഴിപ്പെട്ട് നിൽക്കുന്ന വലിയ അവസ്ഥ. അങ്ങനെ മുഹമ്മദുർ റസൂലുള്ളാഹിയിലെ പരിപൂർണമായ ഫനാ ലഭിച്ചതിന് ശേഷമാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. എൻ്റെ മുരീദുകൾ തൗബയിൽ എണ്ണിയേ എന്നും മരിക്കേരുതെന്ന് കൊതിച്ചോവർ. അതുകൊണ്ട് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ആഖിറം തന്നെ കൊതിയുള്ള ലോകേരെ അവരെ മുരീദായി കൊള്ളൂവിനപ്പേഴെ. ഇത്തീര പോരീശ ഉള്ളോരു ശൈഖീനെ ഇട്ടേ ചെവിയിടേക്ക് പോകുന്നു ലോകോരെ എന്ന് പറഞ്ഞ മഹാന്മാരുടെ ഈ വചനം നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ അലയടിക്കട്ടെ. നിങ്ങളെ കണ്ടെത്താൻ പുറത്തേക്ക് പോകാതെ കണ്ടെത്തിയവരുടെ കൈ പിടിച്ച് നിങ്ങളെ മനസ്സിലാക്കി അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിൻ്റെ റസൂലിനെ മനസ്സിലാക്കാനും ശ്രമിക്കുക, പരിശ്രമിക്കുക. വലനഹ്ദിയന്നഹും സുബലനാ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ. ഈ വിഷയത്തിൽ നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾക്കുള്ള മാർഗം നാം എളുപ്പമാക്കി തരും എന്ന അള്ളാഹുവിൻ്റെ അധ്യാപനം നിങ്ങളെ ഉണർത്തിക്കൊണ്ട് മഹാന്മാരുടെ മദത് ലഭിക്കാൻ ഇവിടെ വന്ന ഈ സദസ്സിൽ അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ, അവരുടെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. ശൈഖുൽ അക്ബർ ഇബ്നു അറബി തങ്ങൾ പറഞ്ഞു, ഏതൊരു മൂലക്ക് ഏതൊരു ഗ്രാമപ്രദേശത്തിലും അള്ളാഹു ഓരോ വലിയനെ നിലനിർത്തും. 1,24,000 വരുന്ന പ്രവാചകന്മാര് ഒരുപാട് വർഷങ്ങൾക്ക് കൊണ്ട് ഈ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ 1,24,000 വരുന്ന പ്രവാചകന്മാരുടെ അതേ മഖാം അലങ്കരിക്കുന്ന 1,24,000 വരുന്ന ഔലിയാക്കൾ എൻ്റെ ഉമ്മത്തിൽ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന് ശൈഖുൽ അക്ബർ ഇബ്നു അറബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ ഗ്രാമങ്ങളിലേക്കും അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിലേക്കും ഓരോ മഹാന്മാരെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ടാകും. അത് ആ മേഖലയിലുള്ള ആളുകളുടെ
പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക്, പ്രയാസങ്ങൾക്ക് പരിഹാരമായിട്ട് അല്ലാഹു തആല വെച്ചതാണ്. ഇത് കണ്ടവർ അതിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയവർ അവരുടെ അനുഭവം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനെ എതിർക്കുന്നവർ അതിൻ്റെ ബറക്കത്ത് ലഭിക്കാതെ ജീവിതം ഹോമിക്കപ്പെടുന്നു. അല്ലാഹു ഇതുപോലെ ഓരോ നാടുകളിൽ, ഓരോ പ്രദേശങ്ങളിൽ അല്ലാഹു സംരക്ഷകരാക്കി വെച്ച ഇതുപോലത്തെ മഹാരഥന്മാരുടെ തണലിലായി അവരെ എതിർക്കാതെ അവരുടെ ലോകം മനസ്സിലാക്കാതെ അവരെ എതിർത്തവരുടെ വാക്ക് കേൾക്കാതെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. കാരണം അവരുടെ ലോകം മനസ്സിലാക്കാത്തവരെ ഇവരെ എതിർത്തിട്ടുള്ളൂ, അവരുടെ മാർഗത്തിൽ കടക്കാത്തവരെ ഇവരെ എതിർത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ശൈഖുൽ അക്ബർ ഇബ്നു അറബി തങ്ങളും ഇമാം ഖുത്ബ് ഷഅറാനി തങ്ങളൊക്കെ പറഞ്ഞത്, തരീഖത്തിൽ പ്രവേശിച്ച ഒരു പണ്ഡിതനാണ് ആ മഹാനെ എതിർത്തതെങ്കിൽ, ഒരു മുറബ്ബിയായ ശൈഖിന്റെ കീഴിലൂടെ നിന്നിട്ട് തെർബിയത്ത് കിട്ടിയ ഒരു മഹാനാണ് ആ മഹാനെ എതിർത്തതെങ്കിൽ നിങ്ങൾ അംഗീകരിച്ചോ? അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അംഗീകരിക്കാൻ നിങ്ങൾ നിൽക്കണ്ട. കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് അതിനെ വലിച്ചെറിയുക. കാരണം അവർ നിഷ്പക്ഷമതികളായ ഫുഖഹാക്കളല്ല, പക്ഷപാതം പിടിക്കുന്ന ഫുഖഹാക്കളാണ്. അവരെ എഴുതിത്തള്ളേണ്ട സമയം അതിക്രമിച്ചതാണ് എന്ന് ലിയാഉദ്ദീൻ അഹ്മദുൻ നഖ്ശബന്ദിയെ പോലോത്ത മഹാരഥന്മാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ വാക്ക് കേട്ടുകൊണ്ട് ഇവരെ എതിർക്കാനോ, ഇവർക്ക് നേരെ വിരൽ ചൂണ്ടാനോ, ഇവരെ മനസ്സുകൊണ്ട് വെറുക്കാനോ നമ്മൾ തുനിയണ്ട. നിങ്ങൾക്ക് വല്ലതും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതനുസരിച്ച് പോയിക്കോളൂ. അള്ളാഹു മഹാന്മാരെ അംഗീകരിക്കുക എന്നുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. കാരണം മഹാന്മാരെ അംഗീകരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അല്ലേ, ജുനൈദുൽ ബഗ്ദാദി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ തസൗഫിൻ്റെയും ത്വരീഖത്തിൻ്റെയും ശൈഖാണ്. പിന്നെ അവരുടെ ഖലീഫയായിട്ട് ഔസുൽ ആദം എന്ന് പറയുന്ന പ്രോജ്വല പ്രഭ നിറഞ്ഞു നിന്നപ്പോൾ അവർക്ക് ചെറിയൊരു മങ്ങലേറ്റു എന്നുള്ളതാണ്. ആ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആണ് ത്വരീഖത്തിന് നിയമങ്ങൾ വെച്ചത്. ത്വരീഖത്തിന് മുരീദുമാരെ എങ്ങനെ ജീവിക്കണം ഒരു ശൈഖിന്റെ കീഴിൽ എന്നുള്ളതിന് നിയമസംഹിതകൾ ജുനൈദുൽ ബഗ്ദാദി ഉണ്ടാക്കിയത് കൊണ്ടാണ് സയ്യിദു ത്വായിഫ, ത്വരീഖത്തുകാരുടെ നേതാവ് എന്ന് മഹാനവറുകൾക്ക് അപരനാമം നൽകാനുണ്ടായ കാരണം. ആ മഹാനവറുകൾ പറഞ്ഞു, അത്തസ്തീഖു ബി ത്വരീഖത്തിനാ ഹാദിഹി വിലായ, നമ്മളുടെ ഈ തരീഖത്തെ അംഗീകരിക്കുക എന്നുള്ളത് തന്നെ വൻ വിലായത്തിന്റെ പദവി കിട്ടുന്നതാണ്. അപ്പൊ എത്ര പവറായിരിക്കും? നമ്മളുടെ ഈ ത്വരീഖത്ത് അംഗീകരിക്കുക എന്നുള്ളത് തന്നെ അവനൊരു വലിയാണ് എന്നുള്ളതിന്റെ കാരണമാണ്. ഇങ്ങനെ പറഞ്ഞ മഹാരഥന്മാർ. അതുകൊണ്ട് മഹാന്മാരെ എതിർക്കാതെ അവരുടെ മാർഗത്തിൽ സഞ്ചരിക്കാനോ, അല്ലെങ്കിൽ അവരെ എതിർക്കാതെ ജീവിക്കാനോ, അവരെ ഇഷ്ടം വെച്ച് മുഹിബായോ അല്ലെങ്കിൽ അവരുടെ മുരീദായോ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഔസുൽ ആദം തങ്ങൾ പറഞ്ഞു, ഹാജ തങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ ഷാദുലി ഇമാം പറഞ്ഞു, റിഫായി ഷെയ്ഖ് പറഞ്ഞു, എന്ത് പറഞ്ഞു? എനിക്കൊരു നിയമപുസ്തകം നൽകപ്പെട്ടിട്ടുണ്ട്. മശായിഖന്മാരൊക്കെ പറഞ്ഞതാ, എനിക്കൊരു നിയമപുസ്തകം നൽകപ്പെട്ടിട്ടുണ്ട്. ഫീഹി അസ്ഹാബി വ അസ്ഹാബി അസ്ഹാബി ഇലാ യൗമിൽ ഖിയാമ. അതിൽ എൻ്റെ മുരീദുമാര് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മുരീദുമാരുടെ മുഴുവൻ ലിസ്റ്റും അതിലുണ്ട്. ആ മുരീദുമാര് മുഴുവനും നരകത്തിൽ നിന്റെ മുരീദാരുമില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. ആ മുരീദാകാൻ ശ്രമിച്ചാൽ, ആ ത്വരീഖത്തിൻ്റെ ഏതെങ്കിലും ഒരു കണ്ണിയിൽ നാം എത്തിപ്പെടാൻ ശ്രമിച്ചാൽ, ഈ ദുനിയാവിൽ അല്ലാഹു നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ നിഅ്മത്താണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കി ഉറൂസുകൾ കൊണ്ടാടണം, ആഘോഷിക്കണം. അതോടൊപ്പം അവരുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കാനും നാം തയ്യാറാകണം. അല്ലാഹു അതിന് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു അവരുടെ പൊരുത്തം നൽകുമാറാകട്ടെ, അവരുടെ മദദ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മൾ പറഞ്ഞതും നമ്മൾ കേട്ടതും ഒക്കെ അള്ളാഹു അവൻ്റെ പൊരുത്തത്തിൽ, മശായിഖന്മാരുടെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ കാലിൻ്റെ അടിയിൽ ഒരു മണൽത്തരിയായെങ്കിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതലൊന്നും വേണ്ട, അവരുടെ ഒരു തിരുനോട്ടം, അവരൊന്ന് നന്നായി ഒരു നോക്കുമെങ്കിൽ വേണ്ടിയ വണ്ണം അതിനെ ആക്കുന്നവർ, അവരുടെ തിരുനോട്ടം ലഭിക്കുന്ന യഥാർത്ഥമായ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അള്ളാഹുവിൻ്റെ ഭാഗത്തിലേക്ക് യാത്ര തിരിക്കാനുള്ള എല്ലാവിധ തടസ്സങ്ങളും അള്ളാഹു നമുക്ക് മാറ്റി മഹാന്മാരുടെ പൊരുത്തത്തിലായി, അവരുടെ മദതിലായി, അവരുടെ തിരുനോട്ടത്തിലായി, അവരെ ഇഷ്ടം വെച്ചുകൊണ്ട് അവരുടെ മഹബത്തിലായി
അടിമകളായി, അവരുടെ മുരീദുമാരായി, അല്ലെങ്കിൽ അവരുടെ ഹുബ്ബിലായി, അവരുടെ ഇഷ്കിലായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു നമുക്കേവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കൂടുതലായി ദീർഘിച്ചു പോയെങ്കിൽ ക്ഷമിക്കണമെന്ന പ്രതീക്ഷയോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.